നമസ്കാരം. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഇന്നിപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. ആ ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വലിയ തോതിലുള്ള കോടികളുടെ സഹായം അല്ലെങ്കിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ മൂന്നാം മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക കക്ഷികളൊന്ന് TDPയും മറ്റൊന്ന് JDUവുമാണ്. ഈ രണ്ട് കക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവരാവശ്യപ്പെട്ട പദ്ധതികളെല്ലാം അനുവദിച്ചു കൊടുക്കുകയോ വലിയ തോതിൽ വാരിക്കോരി സഹായം ചെയ്യുകയോ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഒപ്പം പിന്നെ ഈ മുദ്രാ ലോൺ, ഗരീബ് കല്യാൺ യോജന, ഇതിൻ്റെയൊക്കെ ആവർത്തനം, പിന്നെ 4 കോടിയോളം യുവാക്കൾക്ക് തൊഴിൽ പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണുകയും ചെയ്യാം. പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ഒരു വിമർശനം, ഇതിനൊരു ഫെഡറൽ സ്വഭാവം പൂർണ്ണാർത്ഥത്തിൽ വന്നില്ല, എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യത്തെ പരിഗണിച്ചില്ല, മറിച്ച് BJPയുടെ NDAയുടെ രാഷ്ട്രീയ താല്പര്യം മാത്രമേ ഇതിൽ പ്രതിഫലിക്കുന്നുള്ളൂ എന്നാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയെ മുൻനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച പാക്കേജുകൾക്കും ധനസഹായ പദ്ധതികൾക്കും ഒരു നിലയ്ക്കുമുള്ള പരിഗണനയും കിട്ടിയില്ല എന്നാണ് ഉയർന്നു വരുന്ന വിമർശനം. വകയിരുത്തുകയല്ല, കേരളത്തിലെ ചവിട്ടിത്താഴ്ത്തുകയാണെന്നാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസൊക്കെ ഇന്ന് പറയുകയും ചെയ്തത്. അപ്പോൾ ഈ ബജറ്റിനകത്ത് നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അജിംസ്, ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ, കൊടുക്കുന്ന പുരസ്കാരങ്ങൾ, എല്ലാത്തിനും ഓരോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. ഗുണം ഇല്ലാത്ത ഒരു കാര്യവും, അതായത് രാഷ്ട്രീയമായ ഗുണമില്ലാത്ത ഒരു കാര്യവും മോദി ചെയ്യുന്നില്ല എന്ന് മോദിയെക്കുറിച്ചൊരു നിരീക്ഷണം ഉണ്ടല്ലോ. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ ബജറ്റിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ഏതൊക്കെ വഴിക്ക് കാണാൻ പറ്റും? കഴിഞ്ഞ 10 വർഷം മോദി സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് പോലെയല്ല ഇത്തവണത്തെ ബജറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും. ഞാനതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നി, ഞാൻ ട്വിറ്ററിൽ കണ്ട ഒരു മീമാണ്. ഈ മോദി തുടക്കത്തിൽ 2014 15 കാനഡയിൽ പോകുമ്പോൾ അദ്ദേഹം അവിടുത്തെ വിദ്യാർത്ഥികളോട് പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എന്താണ്, A² + B², A+B the whole square is equal to A² + 2AB + B². ये 2AB कहाँ से आ गया എന്ന് ചോദിക്കുമ്പോഴാണ് ആന്ധ്രയും ബീഹാറും AB. അതുപോലെ ഇത്രയും നാളുണ്ടായിരുന്നില്ല, ആ 2AB ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2AB വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടതിൻ്റെ ഫലമാണ് എന്താണ് പ്രധാനപ്പെട്ട 2 പദ്ധതികൾ അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചു. അത് അവർ അർഹരല്ല എന്നല്ല, കാരണം ആന്ധ്രാപ്രദേശിനൊരു തലസ്ഥാന ജില്ല, ഹൈദരാബാദ് തെലങ്കാനയ്ക്ക് പോയതോടെ ആന്ധ്രാപ്രദേശിന് തലസ്ഥാനമില്ല. അപ്പോൾ ആ തലസ്ഥാനം പണിയുക എന്നുള്ളത് പുതുതായി രൂപീകരിച്ച സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ചുമതലയാണ്. അതിന് കേന്ദ്ര സഹായം വേണം. പിന്നെ മാത്രമല്ല, ആന്ധ്ര ബൈഫർക്കേഷൻ ലോ പ്രകാരം തന്നെ കേന്ദ്ര സഹായം ആവശ്യമുണ്ട് അവിടെ ഒരു തലസ്ഥാനം പണിയാൻ. അത് 10 വർഷമായിട്ട് ആന്ധ്രാപ്രദേശ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ബീഹാറിനെ സംബന്ധിച്ച് ബീഹാർ പാക്കേജ് എത്രയോ വർഷമായിട്ട്, എൻ്റെ ഒരു ഓർമ്മയിൽ നടക്കുന്ന എല്ലാ ബജറ്റിന് മുമ്പും ബീഹാറിൽ നിന്നുള്ള ആളുകൾ ബീഹാർ പ്രത്യേക പാക്കേജ് എന്ന് പറയുന്നത് അത്രമാത്രം പിന്നോക്കാവസ്ഥയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അത് ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ 10 വർഷം ചെയ്യാതിരുന്ന മോദിക്ക് അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഈ കാണുന്നൊരു കാര്യം. അതിന് അവരുടെ ഒരു സമ്മർദ്ദം സഹായകരമായി. ഓക്കെ, പക്ഷേ പ്രശ്നം അവിടെയല്ല. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഈ ബജറ്റ് അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ സാമ്പത്തിക അവലോകന സർവേ ഇന്നലെ വന്നിരുന്നു. അതിനു മുമ്പ് റിസർവ് ബാങ്കിൻ്റെ തന്നെ പലതരം സർവേകളും പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു 200 രൂപയിൽ കൂടുതൽ ഒരു കുടുംബം ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആളുകളുടെ കൺസംഷൻ പവർ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. RBIയുടെ കണക്ക് പ്രകാരം സേവിങ്സ് പറയുന്നു, ഓരോ കുടുംബത്തിൻ്റെയും സേവിങ്സ് കുത്തനെയിടുകയാണ്. കഴിഞ്ഞ 40 വർഷത്തെ ഏറ്റവും കുറഞ്ഞ സേവിങ്സ് നിലവാരത്തിലാണ് ഇന്ന് കുടുംബങ്ങളുള്ളത്. ഇതിൻ്റെ സ്വർണ്ണപ്പണയം കൂടുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് വിലക്കയറ്റമാണ്. വിലക്കയറ്റം എന്ന് പറയുമ്പോൾ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എന്ന് പറയുന്നത് ഒരു ലക്ഷറിയായി ഇന്ന് മാറിയിട്ടുണ്ട്. കേരളത്തിൽ പോലും മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണല്ലോ. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ലക്ഷറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് പ്രൈസിൻ്റെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും കൂടിയ അവസ്ഥയിലാണ് കഴിഞ്ഞ ജൂലൈയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബങ്ങളെയും ബാധിക്കും. മറ്റൊന്ന് തൊഴിലില്ലായ്മ. അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. തൊഴിലില്ലായ്മ എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പുതിയ ബജറ്റിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് ആവേണ്ടത്. അത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഈ എംപ്ലോയ്മെൻറ്റ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന രീതിയിൽ പുതുതായി ജോലിക്ക് ഒരു സ്ഥാപനം ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ മാസത്തെ ശമ്പളം EPF-ൽ ലയിപ്പിക്കും എന്നുള്ളതാണ് പ്രഖ്യാപനം. ഇപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് ഇൻസെൻറ്റീവ് എന്നുള്ള ആശയം തന്നെ കോൺഗ്രസിൻ്റെ പ്രകടനപത്രികയിൽ നിന്ന് കോപ്പി അടിച്ചാണെന്ന് P. ചിദംബരം ആരോപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യം അത് കോപ്പി അടിച്ചു, പക്ഷേ തെറ്റായ രീതിയിലാണെന്ന് കോപ്പി അടിച്ചേക്കാണെന്ന് പറയുന്നു. അപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനം ഒരാളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ആദ്യ മാസത്തെ ശമ്പളം EPF-ൽ സർക്കാർ കൊടുക്കും എന്ന് പറയുന്നത് എത്രമാത്രം തൊഴിൽ ഉണ്ടാക്കാൻ പര്യാപ്തമാണെന്ന് ചോദിക്കുമ്പോൾ അത് തൊഴിൽ ഉൽപ്പാദിപ്പിക്കില്ല. കാരണം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒരു സ്ഥിരം തൊഴിലാളി, അതായത് EPF-ൽ എൻറോൾ ചെയ്യുന്ന ഒരു തൊഴിലാളി എടുക്കുന്നതിന് വരെ അവർ കരാർ തൊഴിലാളിയാണ് എടുക്കുക. എല്ലായിടത്തും നമുക്ക് കാണാവുന്ന കാര്യമാണ്. അപ്പോൾ EPF-ൽ എൻറോൾ ചെയ്യിപ്പിച്ച ഒരാളെ എന്തിന് തൊഴിലിന് എടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ.
തൊഴിൽ വർദ്ധിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഉൽപ്പാദനം കൂടണം, ഡിമാൻഡ് കൂടണം. ഇവിടെ ഇപ്പോൾ ഡിമാൻഡ് ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ആളുകളിൽ പൈസയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സങ്കീർണമായൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ എന്താണ് പറയുക, സർജറി ആവശ്യമുള്ള സ്ഥലത്ത് തൈലം പുരട്ടുന്നു എന്നേ പറയാൻ കഴിയും. അതിനപ്പുറം ഒന്നും ഇതിലുണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, 500 കമ്പനികളിൽ എന്താണ് അപ്രൻറ്റീസ്ഷിപ്പ് കൊടുക്കും. ഈ അപ്രൻറ്റീസ്ഷിപ്പ് കൊടുക്കാൻ വേണ്ടി സർക്കാർ പൈസ കൊടുക്കുകയല്ല ചെയ്യുന്ന, ആ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർക്ക് ഇത് ചെയ്യുക. അത് നടപടിയാവുന്ന കേസേ അല്ല, ഒരു സംശയം വേണ്ട. അതിനാകെ കൊടുത്തിട്ടുള്ളത് എത്ര? 10,000 കോടിയോ എന്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രഖ്യാപനം ഇതിലില്ല. മറിച്ച് എന്താണ്, ബീഹാർ, ആന്ധ്ര സംസ്ഥാനങ്ങളിലേക്ക് കുറേ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നതിനപ്പുറം അത് ഏതോ തരത്തിൽ ആ സംസ്ഥാനങ്ങളിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ രാജ്യത്ത് മൊത്തത്തിൽ ഹോളിസ്റ്റിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തൊഴിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രഖ്യാപനം ഇതിലുണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, നിർമ്മലാ സീതാരാമൻ നടത്തിയിട്ടുള്ള ബജറ്റ് പ്രസംഗങ്ങളിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പ്രസംഗമായിരുന്നു ഇത്. കാരണം പറയാനൊന്നുമില്ല, വിവരിക്കാനൊന്നുമില്ലാത്ത ഒരു പ്രസംഗമാണ്. അവർ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒരു തരത്തിലുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളം പോലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് സ്ഥിരമായി പുലർത്തുന്ന ഒരു നയമുണ്ട്. ഇതിലെ നമ്മൾ ഈ തവണത്തെ ബജറ്റ് പ്രസംഗത്തിൽ മലയാളികൾ പ്രതീക്ഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയിംസ് എങ്കിലും പ്രഖ്യാപിക്കും. കാരണം എയിംസ് വരും എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് BJPയും മോദിയും സുരേഷ് ഗോപി വരെയും പ്രഖ്യാപിച്ചതാണ്. പക്ഷേ എയിംസ് ഉണ്ടായിട്ടില്ല. എയിംസ് ഇല്ലാത്ത വലിയ സംസ്ഥാനങ്ങളിൽ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. വലിയ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ അണ്ടമാനിൽ വരെ ഉണ്ടല്ലോ, അണ്ടമാൻ നിക്കോബാർ ഐലൻഡിൽ വരെ ഉണ്ട്. ബാക്കി എല്ലാ വലിയ സംസ്ഥാനങ്ങളിലും എയിംസ് ഉണ്ട്, കേരളത്തിലില്ല. അത് പ്രഖ്യാപിക്കേണ്ടതില്ല എന്നാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ അതിന് പിന്നിൽ ഈ തവണത്തെ ബജറ്റിലെങ്കിലും അത് പ്രഖ്യാപിക്കേണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തീർത്തും രാഷ്ട്രീയമായ കാരണമാണ്. കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടാണല്ലോ. BJPക്ക് ഒരു അക്കൗണ്ട് തുറന്നൊരു സംസ്ഥാനത്തോട് അതൊന്ന് ഒരു അക്നോളജ് ചെയ്യണമല്ലോ ആ വിജയത്തെ. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ, ബജറ്റ് രാഷ്ട്രീയമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്കിലും അക്നോളജ് ചെയ്യണ്ടേ? അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം തീർത്തും ഒരു പരാജയപ്പെട്ട ബജറ്റ്, ഒരു തരത്തിലുള്ള വിഷനും ഇല്ലാത്ത ഒരു ബജറ്റാണ്. കാരണം ഇന്ന് രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി ഒരു തരത്തിലുള്ള വിഷനും ഇല്ലാത്ത ഒരു ബജറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ ആദായ നികുതി സ്ലാബിലും അത് മാറ്റം വരുത്തുമെന്ന് പറയുമ്പോൾ ആ മാറ്റമൊന്നും എന്തിലും വരില്ല. സാധാരണക്കാരായ എൻറോൾ ചെയ്ത ആളുകൾക്കൊന്നും അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം പുതിയ റെജീം പ്രകാരം ആണെങ്കിൽ ഡിഡക്ഷൻ ഇല്ല. ഡിഡക്ഷനിലാണ് ഒരു മാറ്റം വരുന്നത്. 50,000 എന്നുള്ളത് 75,000 ആക്കിയത് പഴയതിലാണ്. പുതിയ റെജീമിൽ അത് വരുന്നേ ഇല്ല, ഡിഡക്ഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ പൊതുവെ നോക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ്സിനോ പാവപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായി പറയേണ്ട കാര്യം മനരേഖയാണ്. അതായത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കോവിഡ് കാലത്ത് 2020 1,10,10,000 കോടി രൂപ അനുവദിച്ചെടുത്ത് ഈ തവണ അനുവദിച്ചത് വെറും 60,000 കോടിയാണ്. അത് 50,000 കോടി രൂപയുടെ കുറവാണ്. മനരേഖ എന്തുകൊണ്ടാണ് പ്രസക്തമെന്ന് വെച്ചാൽ സാധാരണക്കാരുടെ കയ്യിലേക്ക്, അതായത് ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ഒരുപാട് കുടുംബങ്ങളിലേക്ക് പണം ചെല്ലുകയാണ്. ആ പണം ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസംഷൻ കൂടുകയും ഡിമാൻഡ് വരികയും ചെയ്യും. അങ്ങനെയാണ് തൊഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് വേറൊരു രീതിയിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് ഉള്ളൊരു പദ്ധതിയാണ്. പക്ഷെ അതിന് പോലും പണം വകയിരുത്തിയിട്ടില്ല. ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പോലും അതിൽ വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല. ഹെൽത്തിലോ എഡ്യൂക്കേഷനിലോ വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല. എഡ്യൂക്കേഷൻ സെക്ടറിൽ ആകെ നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ വിദ്യാഭ്യാസ ലോൺ അനുവദിക്കും ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക്. അതായത് 10 ലക്ഷം രൂപ വിദ്യാഭ്യാസ ലോൺ ആവശ്യം വരുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ പഠിക്കുന്നത്. മാനേജ്മെൻറ്റ് സീറ്റിൽ ഡോക്ടറാവാൻ, MBBS മറ്റും പഠിക്കുന്നവർക്കാണ് അത് കൂടുതലായിട്ട് ആവശ്യം വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാത്തൊരു ബജറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഏറ്റവും മോശം ബജറ്റായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. ദിവസം ഇപ്പം ഈ സാമ്പത്തിക സർവേ പറഞ്ഞ കാര്യം, സാമ്പത്തിക അന്തരം ഇന്ത്യയിൽ വളരെ കൂടുതലാണെന്ന് പറയുന്നു. തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ വലിയ ഇഷ്യൂ നേരിടുന്നുണ്ടെന്ന് പറയുന്നു. ഒപ്പം പറയുന്ന ഒന്ന് വിലക്കയറ്റം വലിയ പ്രശ്നമാണെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം പക്ഷേ അവതരിപ്പിച്ച ബജറ്റിൽ രാഷ്ട്രീയമായി അവരുടെ പ്രാദേശിക കക്ഷികളെ ഡീൽ ചെയ്യാനപ്പുറത്തേക്കൊരു വിഷൻ ഉണ്ടായില്ല എന്നുള്ള പ്രശ്നമുണ്ടോ? തീർച്ചയായും ഇല്ല. ഇതിൽ പറഞ്ഞത് BJP നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കോalition ഗവൺമെൻറ്റാണ്. നേരത്തെ ഉള്ളതിൽ പേരിന് സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും സഖ്യകക്ഷികളുടെ ദയാദാക്ഷിണ്യത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈനോറിറ്റി ഗവൺമെൻറ് എന്ന് ഒരർത്ഥത്തിൽ പറയാം. അത്തരം ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഒരു ബജറ്റ് അവതരിപ്പിക്കുക? അതും എല്ലാവർക്കും ആകർഷകമായൊരു ബജറ്റ്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഏതെങ്കിലും നിലക്ക് ബൂസ്റ്റ് ചെയ്യുന്നൊരു ബജറ്റ്, അതെങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളൊരു ചലഞ്ചാണ്, ശരിക്കും ഒരു ചലഞ്ചാണ്. അപ്പോൾ ആ ചലഞ്ച് ഏറ്റവും മനോഹരമായി നേരിട്ടൊരാൾ മൻമോഹൻ സിംഗ് ആണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ രണ്ടും UPA 1 ആകട്ടെ 2 ആകട്ടെ രണ്ടും ഫ്രജൈലായിട്ടുള്ളൊരു ഫോർമേഷനാണ്. കാരണം ഒരുപാട് സഖ്യകക്ഷികൾ, പലവിധ താല്പര്യങ്ങൾ, ഒരുപാട് സഖ്യകക്ഷികൾ. അതിൽ തന്നെ DMK പോലുള്ള ഒരു പാർട്ട്ണർ, അവർ വലിയ നമ്പറുമായിട്ട് നിൽക്കുന്നുണ്ട്. DMK ആ സമയത്ത് ഭയങ്കരമായി ബാർഗെയിൻ ചെയ്യുന്നൊരു പാർട്ടിയാണ്.
അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സ്കീമുകൾ. ഇപ്പം മനരേഖയെക്കുറിച്ച് അജിംസ് പറഞ്ഞു, അത് ഇവരുടെ സംഭാവനയാണ്, മനസ്സിലാക്കണം. ആ ഒരു ഫ്രജൈൽ കോalition എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു ഗവൺമെൻറ് സംഭാവനയാണത്. അപ്പോൾ നമ്മുടെ എക്കണോമിയെ എക്കണോമിയിൽ ബജറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്കണോമിയിൽ ഇടപെടുക, അതിനെ ത്രൈവ് ചെയ്യുക, അതിനെ ഡൈനാമിക്സ് ചടുലമാക്കിക്കൊണ്ടിരിക്കുക, അതാണല്ലോ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഒരു സമഗ്രതല സ്പർശിയായിട്ടുള്ളൊരു യൂണിയൻ ബജറ്റ് എന്ന് പറയുന്ന ആശയം തന്നെ അപ്രസക്തമാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ വൈവിധ്യത്തിന് ചേരുന്നതല്ല അങ്ങനെ ഒരു ബജറ്റ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ആ ഒരു ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ബജറ്റിനെതിരായുള്ള വിമർശനങ്ങൾ പോലും വരുന്നത് പലപ്പോഴും നമ്മുടെ സ്റ്റേറ്റിന് ഇന്ന പ്രോജക്റ്റ് ഉണ്ടായില്ല, ഇന്ന പ്രോജക്റ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റുകൾക്ക് കേന്ദ്രം ഇങ്ങനെ പ്രോജക്റ്റുകൾ എടുത്തു കൊടുക്കുക എന്ന് പറയുന്ന സമീപനം തന്നെ ശരിയല്ലെന്ന അഭിപ്രായമാണ് ഞാൻ. ഒരു വിഷനാണ് വേണ്ടത്. ആ ഒരു വിഷൻ സെറ്റ് ചെയ്യുക. ഈ അടുത്തൊരു വർഷത്തേക്ക് നമ്മുടെ ഫിസ്ക്കൽ പോളിസി ഇങ്ങനെയാണ്, ഇത്ര മേഖലകളിലാണ് നമ്മൾ ഇടപെടുന്നത്, ഇത്ര മേഖലകളാണ് നമ്മുടെ ഫോക്കൽ ഏരിയ ആയിട്ടുള്ളത്, അതിൽ ഇത്ര അളവിൽ പണം പമ്പ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നു. ഈ നിലക്കുള്ള ഒരു ജനറലായിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഈ പറയുന്ന യൂണിയൻ ബജറ്റിന് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. മാത്രമല്ല, ആ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ പ്രതിപക്ഷത്തിന് പോലും വേണ്ടത്ര സാധിക്കുന്നില്ല. എനിവേ, പക്ഷേ അതിൽ പോലും നീതി കാണിച്ചില്ല എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. കേരളത്തെക്കുറിച്ച്, തമിഴ്നാടിനെക്കുറിച്ച്, കർണാടകയെക്കുറിച്ച് ഒരു മെൻഷൻ പോലും ഇല്ല. ഇപ്പോൾ തമിഴ്നാട് ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചെന്നൈ മെട്രോയുടെ സെക്കൻഡ് സ്റ്റേജ്, മധുര മെട്രോയുടെ കാര്യം, കോയമ്പത്തൂർ മെട്രോയുടെ കാര്യം, കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള എയിംസിൻ്റെ കാര്യം, നമ്മുടെ മുഴുവൻ എം പിമാരും പോയിട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇത്ര 14,000 കോടി രൂപ ആവശ്യപ്പെട്ട കാര്യം, ആ വിഷയത്തിലൊന്നും അതേക്കുറിച്ചൊരു വാക്ക് പോലും പറയുന്നില്ല. കർണാടക ആവശ്യപ്പെട്ട ഒരു കാര്യം, അതേക്കുറിച്ചൊരു വാക്ക് പോലും പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന അധികാരം നിലനിർത്തുവാൻ ആന്ധ്രയിലെ TDPയെയും ബീഹാറിലെ JDUയെയും സുഖിപ്പിച്ച് കൂടെ നിർത്തേണ്ടത്. ഒരു കാര്യം കണ്ടത്, ബീഹാറിന് കോടികൾ അനുവദിച്ചിരിക്കുന്നതൊക്കെ മിക്കതും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണ് കേട്ടോ. അവിടെയാണ് എയർപോർട്ട്, ഹൈവേ, ഇത്ര 1 ഡസൻ പാലാണ് കഴിഞ്ഞ 2 ആഴ്ചകളിൽ അവിടെ തകർന്നു വീണത്. അപ്പോൾ ആ കലാപരിപാടികൾ ഇനിയും ആവർത്തിക്കുമായിരിക്കും. എനിക്ക് കൗതുകം തോന്നി വേറൊരു ഘടകം, ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്ന 2 സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഹരിയാനയും. അവർക്കും വലിയ തോതിലൊന്നും അലൊക്കേഷൻ കാണുന്നില്ല. അതൊന്നും വർഗീയത പറഞ്ഞ് തന്നെ വിജയിക്കുമെന്നൊരു അപാര കോൺഫിഡൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും കുറച്ചധികം പ്രതീക്ഷയാണ്, പക്ഷെ അത്ര അതിന് കാണുന്നില്ല. എനിവേ, ഈ ബജറ്റ് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, എക്കണോമിയെ ചടുലമാക്കുക. പിന്നെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഒരു വാക്ക് വെച്ചിട്ടാണ് മോഡി സർവ്വവർഗീയ ക്യാമ്പയിൻ നടത്തിയത്. എന്താണ്? റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വാക്ക്. ഈ റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ഇതുണ്ടല്ലോ, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. കാരണം സമ്പത്ത് കോൺസെൻട്രേറ്റ് ചെയ്യരുത്, അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം, അതേക്കുറിച്ചുള്ളൊരു മെൻഷൻ ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ വന്നതിൻ്റെ പേരിലാണ് നിങ്ങളുടെ പണം എല്ലാം എടുത്ത് മറ്റവന്മാർക്ക് കൊടുക്കുകയാണെന്ന് ഈ മനുഷ്യൻ സകലെടുത്തും പോയി പ്രസംഗിച്ചത്. പക്ഷേ ഈ ഒരു സംഗതി ഇപ്പോൾ മനരേഖയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ക്രക്സ് എന്താണ്? നമ്മൾ വിചാരിക്കും ഇപ്പോൾ കുറേ ആൾക്കാർ റോഡ് സൈഡിൽ വെട്ടുന്നു, അവിടെ പോയിട്ട് കിളക്കുന്നു, ഇതിനൊക്കെ പൈസ കൊടുക്കുന്നു. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? പണം ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കണം. പണം ചലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എക്കണോമി ത്രൈവ് ആവുള്ളൂ. അവരുടെ കയ്യിൽ കാശ് കിട്ടുമ്പോൾ അവർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിക്കും. അപ്പോൾ ആ കച്ചവടക്കാരൻ്റെ അത് കാശെത്തും. അപ്പോൾ ഈ പറയുന്ന ഒരു സംഗതി എന്താ സംഭവിക്കുന്നത്? പണത്തിൻ്റെ ഈ കേന്ദ്രീകരണം വലിയ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഡാനി എക്കണോമിക്സ് എന്ന് പറയുന്ന മോഡിയും അഡാനിയും ചേർന്നിട്ടുള്ള ഈ സമ്പദ് സ്വരൂപം അത് രാജ്യം മുഴുവൻ ഇങ്ങനെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പണത്തെ ചലിപ്പിക്കുവാൻ, പണത്തിൻ്റെ ചലനാത്മകത കൂടുതൽ ത്വരിതപ്പെടുത്തുവാൻ ആവശ്യമായ ഒരു നിർദ്ദേശവുമില്ലാത്ത ബജറ്റ് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് എല്ലാ നിലക്കും ഫിസിക്കൽ ഇതിനെ മാത്രമല്ല രാജ്യത്തിൻ്റെ ഈ രാഷ്ട്രീയ ഘടനയെ തന്നെ ദുർബലമാക്കുന്നൊരു ബജറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബജറ്റിന് തലേന്ന് വന്നിട്ടുള്ള എക്കണോമിക് സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ സാമ്പത്തിക അന്തരം പോലുള്ള, വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ.
അവ പരിഹരിക്കാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചുവെങ്കിൽ അവയ്ക്കൊന്നും ഒരു തരത്തിലുള്ള പരിഗണന കിട്ടിയില്ല, ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാന ന്യൂനതകളിലൊന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം.